എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ICC പുരുഷ T20 ലോകകപ്പ് 2026ന്റെ ഗ്രാൻഡ് ഫിനാലെ ഇപ്പോൾ രോമാഞ്ചം കൊള്ളിക്കുന്ന അതിന്റെ അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും അപകടകാരികളായ രണ്ട് ടീമുകൾ ഇന്ന് അഹമ്മദാബാദിലെ ഏറ്റവും വലിയ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ പരസ്പരം കൊമ്പുകോർക്കാൻ തയ്യാറെടുക്കുകയാണ്. എന്നാൽ ഈ ചരിത്ര മഹാപോരാട്ടം ആരംഭിക്കുന്നതിനു മുൻപ് തന്നെ ക്രിക്കറ്റ് ലോകത്ത് പ്രസ്താവനകളുടെയും ഭീഷണികളുടെയും ഒരു വൻ കൊടുങ്കാറ്റ് അടിച്ചു വീശിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായി ന്യൂസിലൻഡ് ക്യാപ്റ്റൻ മിച്ചൽ സാന്റ്നർ, ഓപ്പണർ ഫിൻ അലൻ, ഗ്ലെൻ ഫിലിപ്സ് എന്നിവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നമ്മുടെ ഇന്ത്യൻ ടീമിനെ പരസ്യമായി അധിക്ഷേപിക്കുകയും 140 കോടി ഇന്ത്യക്കാരെ വീണ്ടും കരയിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തത് നാം കണ്ടതാണ്. തങ്ങളുടെ ഈ വില കുറഞ്ഞ മാനസിക കളികൾ കണ്ട് 2019ലെ ലോകകപ്പിലേതുപോലെ ഇന്ത്യൻ താരങ്ങൾ ഭയന്നുവിറയ്ക്കുമെന്നും സമ്മർദ്ദത്തിൽ തകർന്നടിയെന്നും ഈ വിദേശികൾ തെറ്റിദ്ധരിച്ചു. പക്ഷേ കിവീസ് താരങ്ങൾ ചെയ്തത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അബദ്ധമാണ്. കാരണം ഇത് പഴയ ടീമല്ല, ഭയമെന്തെന്നറിയാത്ത 2026ലെ പുതിയ കരുത്തുറ്റ ടീം ഇന്ത്യയാണ്. തങ്ങളുടെ അഹങ്കാരവും ധാർഷ്ട്യവും നിറഞ്ഞ വാക്കുകൾക്ക് അതേ നാണയത്തിൽ ഹൃദയം പിളർക്കുന്ന മറുപടി നൽകാൻ നമ്മുടെ ഇന്ത്യൻ താരങ്ങൾ മൗനം വെടിഞ്ഞിരിക്കുകയാണ്. 140 കോടി വരുന്ന ഇന്ത്യൻ ആരാധകരെ താൻ നിശബ്ദരാക്കുമെന്നും ഇന്ത്യൻ ടീം സമ്മർദ്ദത്തിൽ വീഴുമെന്നും സാന്റ്നർ പറഞ്ഞപ്പോൾ T20 ക്രിക്കറ്റിലെ യഥാർത്ഥ മിസ്റ്റർ 360 സാക്ഷാൽ സൂര്യകുമാർ യാദവിന്റെ കോപം അണപൊട്ടി. തന്റെ സ്വതസിദ്ധമായ എന്നാൽ ഭയപ്പെടുത്തുന്ന ഒരു ചിരിയോടെ സൂര്യ നൽകിയ മറുപടി കിവീസ് ഡ്രസ്സിംഗ് റൂമിൽ ശരിക്കും മരണഭയം പടർത്തിയിരിക്കുകയാണ്. അഹമ്മദാബാദിലെ സ്റ്റേഡിയത്തിൽ 1.3 ലക്ഷം ഇന്ത്യക്കാർ ഒരേ സ്വരത്തിൽ വന്ദേമാതരം പാടുമ്പോൾ ലോകത്തൊരു ശക്തിക്കും ആ ശബ്ദം ഇല്ലാതാക്കാൻ കഴിയില്ലെന്നും ആ ഇരമ്പൽ തങ്ങളുടെ 12ാമത്തെ കളിക്കാരനാണെന്നും സൂര്യ തുറന്നടിച്ചു. തങ്ങൾ പഴയ മുറിവുകളെ ഓർത്ത് കരയുകയല്ല, മറിച്ച് അതിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെന്നും ഇന്ന് മൈതാനത്തിറങ്ങുന്നത് വെറും 11 കളിക്കാർ മാത്രമല്ല, 140 കോടി ഇന്ത്യക്കാരുടെ പ്രതികാരാഗ്നിയുമാണെന്ന് സൂര്യ താക്കീത് നൽകി. ഇന്ത്യക്കാർ ആക്രമണകാരികളാകുമ്പോൾ എന്താണ് സംഭവിക്കുകയെന്ന് ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ഹാരി ബ്രൂക്കിനോട് ചോദിക്കാൻ പറഞ്ഞ സൂര്യ കിവീസിന്റെ അഹങ്കാരത്തെ അവരുടെ തന്നെ ചിതയിൽ ചുട്ടെരിച്ച് ഇന്ത്യ വിശ്വവിജയികളാകുമെന്നും പ്രഖ്യാപിച്ചു. ഇതിനു പിന്നാലെയാണ് ഗ്ലെൻ ഫിലിപ്സിന്റെ ഭീഷണികൾക്ക് ഇന്ത്യയുടെ വിശ്വസ്തനായ പോരാളി സഞ്ജു സാംസൺ നൽകിയ രോമാഞ്ചമുണർത്തുന്ന മറുപടി പുറത്തുവന്നത്. സമ്മർദ്ദഘട്ടങ്ങളിൽ സഞ്ജുവിന് റൺസ് കണ്ടെത്താനാകില്ലെന്ന ഫിലിപ്സിന്റെ പരിഹാസത്തിന് തന്റെ ജീവിതത്തിലെ 12 നീണ്ട വർഷങ്ങൾ രാജ്യത്തിനുവേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കാത്തിരുന്ന ആ പോരാളിയുടെ മറുപടി തീപാറുന്നതായിരുന്നു. ഇംഗ്ലണ്ടിനെതിരായ സെമിഫൈനലിൽ ഇന്ത്യ അടിച്ചെടുത്ത 253 റൺസ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്മർദ്ദം നിറഞ്ഞ മത്സരത്തിലായിരുന്നുവെന്ന് സഞ്ജു ഓർമ്മിപ്പിച്ചു. ലോക്കി ഫെർഗൂസന്റെ 150 കിലോമീറ്റർ വേഗതയെ ഭയപ്പെടുത്താൻ നോക്കുന്നവരോട് ജോഫ്ര ആർച്ചറെ പോലെ ഒരു ഇതിഹാസത്തെ താൻ എങ്ങനെയാണ് പഞ്ഞിക്കിട്ടതെന്ന് ടിവിയിൽ കണ്ടിട്ടുണ്ടാകുമല്ലോ എന്നാണ് സഞ്ജു ചോദിച്ചത്. വർഷങ്ങളോളം താൻ അനുഭവിച്ച വേദനകൾ തന്നെ ഒരു ഉരുക്കു മനുഷ്യനാക്കി മാറ്റിയെന്നും ഇന്ന് ബാറ്റുമായി ഇറങ്ങുമ്പോൾ ഓരോ റണ്ണും തന്നിൽ വിശ്വസിച്ച 140 കോടി ഇന്ത്യക്കാർക്ക് വേണ്ടിയായിരിക്കുമെന്നും സഞ്ജു പ്രഖ്യാപിച്ചപ്പോൾ അത് ശത്രുക്കളുടെ ഉറക്കം കെടുത്തുന്നതായി മാറി. ഡെത്ത് ഓവറുകളിൽ തന്നെ തടഞ്ഞു നിർത്തുമെന്ന ഗ്ലെൻ ഫിലിപ്സിന്റെ വലിയ പ്രസ്താവനകൾക്ക് ഹാർദിക് പാണ്ഡ്യ നൽകിയത് ഒരു തുറന്ന വെല്ലുവിളിയാണ്. തനിക്ക് യോർക്കറോ ബൗൺസറോ എറിയാൻ ഫിലിപ്സിനെ വെല്ലുവിളിക്കാൻ പറഞ്ഞ ഹാർദിക് സ്വന്തം മണ്ണിൽ കളിക്കുന്ന ഒരു ഇന്ത്യൻ ഓൾറൗണ്ടർ പന്തിനെ എങ്ങനെ ആകാശത്തേക്ക് പറത്തുമെന്ന് കാണിച്ചു കൊടുക്കാമെന്ന് താക്കീത് നൽകി. ക്രീസിലുള്ളപ്പോൾ തനിക്ക് എതിരാളികളുടെ വായുവിൽ പറക്കുന്ന സ്റ്റമ്പുകൾ മാത്രമേ കാണാൻ കഴിയൂ എന്നും ഇംഗ്ലണ്ടിന്റെ ഗർവ തകർത്ത തങ്ങൾ ഇനി കിവീസിന് ജീവിതകാലം മുഴുവൻ മറക്കാനാവാത്ത വേദന നൽകുമെന്നും ഹാർദിക് ആഞ്ഞടിച്ചു. എന്നാൽ ഈ ബാറ്റ്സ്മാൻമാരുടെ എല്ലാം വാക്കുകൾക്ക് ശേഷം പേര് കേട്ടാൽ തന്നെ ലോകത്തിലെ വമ്പൻ ബാറ്റ്സ്മാൻമാരുടെ മുട്ടിടിക്കുന്ന ആ മനുഷ്യൻ സംസാരിച്ചപ്പോൾ ന്യൂസിലൻഡ് ക്യാമ്പിൽ ശവപ്പറമ്പിലേതിന് സമാനമായ നിശബ്ദതയാണ് ഉണ്ടായത്. താൻ ജസ്പ്രീത് ബുംറയെ അടിച്ചു പറത്തുമെന്നും യോർക്കറുകളെ ഭയമില്ലെന്നും ഫിൻ അലൻ പറഞ്ഞപ്പോൾ ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും അപകടകാരിയായ ബൌളർ ശാന്തമായ ഒരു ചിരിയോടെ പറഞ്ഞത് അലൻ തന്റെ കാലുകൾ സൂക്ഷിക്കുന്നതാണ് നല്ലതെന്നാണ്. ദക്ഷിണാഫ്രിക്കൻ ബൌളർമാരും താനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്നും 33 പന്തിൽ സെഞ്ചുറി നേടിയ അലന്റെ അമിത ആത്മവിശ്വാസം അയാളുടെ തന്നെ ശവക്കുഴിയാകുമെന്നും ബുംറ പറഞ്ഞു. തന്റെ ആദ്യ യോർക്കർ ലക്ഷ്യം വെക്കുന്നത് അവന്റെ ഷൂസുകളിലായിരിക്കുമെന്നും അവന്റെ എല്ലാ അഹങ്കാരവും ആ പിച്ചിൽ തന്നെ കുഴിച്ചുമൂടുമെന്നും ബുംറ പറഞ്ഞപ്പോൾ അത് വെറുമൊരു ഭീഷണിയല്ല, വരാനിരിക്കുന്ന സർവനാശത്തിന്റെ മുന്നറിയിപ്പായിരുന്നു. 2019ലെ മാഞ്ചസ്റ്ററിലെയും 2021ലെ സൗത്താംപ്ടണിലെയും തോൽവിയുടെ വേദന ഇന്നും നമ്മുടെ നെഞ്ചിൽ ഉണങ്ങാത്ത മുറിവായി അവശേഷിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഫിൻ അലന്റെ ഫോമും ലോക്കി ഫെർഗൂസന്റെ കരുത്തും ന്യൂസിലൻഡിനുണ്ടായേക്കാം. എന്നാൽ നമ്മുടെ ഇന്ത്യൻ സിംഹങ്ങൾക്ക് പിന്നിൽ അസാധ്യമായതിനെ സാധ്യമാക്കാൻ കരുത്തു നൽകുന്ന 140 കോടി ജനങ്ങളുടെ അചഞ്ചലമായ വിശ്വാസമുണ്ട്.
ഇന്ന് വൈകുന്നേരം 7 മണിക്ക് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ അവർ നമ്മുടെ 11 പോരാളികളെ നേരിടുമ്പോൾ യഥാർത്ഥ ഭയം എന്താണെന്നും ഇന്ത്യക്കാരുടെ പ്രതികാരത്തിന് എത്രത്തോളം മൂർച്ചയുണ്ടെന്നും അവർ മനസ്സിലാക്കും. ഇതൊരു ക്രിക്കറ്റ് മത്സരമല്ല, അഹങ്കാരികളായ കിവീസിനെ ചവിട്ടിയരച്ച് ലോകകിരീടം നമ്മുടെ മണ്ണിൽ തന്നെ നിലനിർത്താനുള്ള ഒരു മഹായുദ്ധമാണ്. എന്തായാലും അതിനായി നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ ഈ ചരിത്ര പോരാട്ടത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ഓരോ വിലയേറിയ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കാരണം നിങ്ങളുടെ ഓരോ വാക്കുകളുമാണ് നമ്മുടെ പോരാളികൾക്ക് ഊർജ്ജം പകരുന്നത്. മാത്രമല്ല, ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.